ഹൈ ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുക. ഇപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇപ്പോൾ ഞാനിത് 1/2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ റവയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. റവയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോകാതെ നോക്കണം കേട്ടോ. ഉപ്പ് പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുക്കുന്ന സാധനമാണ് റവ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, അതായത് 2 പിഞ്ചോളം വരുന്ന അപ്പസോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരെടുത്ത ആ കപ്പിൽ തന്നെയാണ് വെള്ളവും എടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല കട്ടയുള്ള തൈരായതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് നമ്മളിനി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മുടെ റവ ഈ തൈരും വെള്ളമൊക്കെ കുടിച്ചിട്ട് അത്യാവശ്യം ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊരു 20 മിനിറ്റ് വെക്കാം. അപ്പോൾ തീരെ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇതേപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1 തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പിച്ചിക്കീറിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ ക്യാരറ്റ് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റവയിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ വെജിറ്റബിളിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ചുവന്ന മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ടീസ്പൂൺ ചുവന്ന മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചുവന്ന മുളകിൻ്റെയും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അതുപോലെ തന്നെ ആ മഞ്ഞളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുവോളം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ വെജിറ്റബിളിൻ്റെയൊക്കെ ഉപ്പൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റവ മിക്സ് ചെയ്ത് വെച്ചിട്ട് തൈരിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പം നമ്മൾ വെച്ചതിലും ഒരല്പം ടൈറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈരും 1 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും സവാളയും നമ്മൾ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്തത് കറിവേപ്പിലയൊക്കെ ചേർത്ത കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ചട്നിക്കൊപ്പവും അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കട്ടയായിട്ടിരിക്കുന്നതെന്ന് കരുതിയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് കറക്റ്റ് പാകമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ സ്പൂണ് വീതം കോരി ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പം നമ്മളിതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാനാണ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതാ നമ്മളൊരു ഭാഗം ആയിട്ടുണ്ട്, ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിത് ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട്. അപ്പം തന്നെ ഒരു ഭാഗം അങ്ങോട്ട് കുക്കായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെക്കാതെ ഇങ്ങനെ ഒരു 2 മിനിറ്റ് വെച്ചിരുന്നാൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇത് കുക്കായി കിട്ടും. അപ്പം നമുക്കിതൊക്കെ എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ റവ കൊണ്ടുള്ള നമ്മുടെ ഈസിയായ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് തേങ്ങാ ചട്ടണിയോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പവും നല്ല ടേസ്റ്റാണ്. ഈ ചട്ടണി ഞാൻ മല്ലിയിലയും ഒരല്പം പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങയും ചേർത്ത് അരച്ചിട്ട് ഒന്ന് കടുക് തളിച്ചെടുത്ത ചട്ടണിയാണ് കേട്ടോ. ചട്ടണിക്കൊപ്പവും ടൊമാറ്റോ സോസിൻ്റെ ഒപ്പവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ റവ കൊണ്ടുണ്ടാക്കിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.